വളരെ നീണ്ട ശൈത്യകാലത്തിന് ശേഷം ആദ്യമായി പെയ്യുന്ന മഴയാണ്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി നല്ല രീതിയിൽ അങ്ങ് ആസ്വദിക്കാന്ന് വെച്ചു. സമയം രാത്രി 8:30 ആയെങ്കിലും അച്ഛനും മോളും ദാ പന്തൊക്കെ എടുത്ത് യാർഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പണ്ട് കാലത്തൊക്കെ കുട്ടികൾ മഴയത്ത് കണ്ടത്തിൽ പന്ത് കളിച്ചിട്ട് ചേറിൽ കുളിച്ചു വരുന്നൊരു ഓർമ്മയാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. അച്ഛയോടൊപ്പം പുതുമഴയെ ആസ്വദിച്ചുകൊണ്ടുള്ള ഈ ഒരു പന്തുരുട്ടി കളി ഏവക്കുട്ടൻ അങ്ങ് നന്നായി ബോധിച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, മുകളിലേക്ക് നോക്കി നാക്ക് നീട്ടി മഴവെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം മഴ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അവർക്ക് ഒരൊറ്റ മറുപടി ഉണ്ടാവും. അങ്ങനെ കുറെ നേരം പന്തുരുട്ടി കളിച്ച ശേഷം അച്ഛനും മോളും അകത്ത് കയറി പോയിട്ടുണ്ട്. പണ്ട് എപ്പോഴും നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടു വന്ന പോപ്പിക്കൂടെ അത് ഇറയത്ത് തൂക്കിയിട്ടിരിക്കുന്നു. പണ്ട് സ്കൂളിലേക്ക് പോയി തുടങ്ങിയ സമയത്ത് എനിക്കും അനിയനും ആകെ ഒരു കുടയായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടുപേരും ഒരുമിച്ച് അത് ചൂടി വേണം സ്കൂളിൽ പോവാൻ. അത് ഇത്തിരി ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ ചേമ്പിലെ കുടയിലേക്ക് മാറി. അതൊക്കെ ഒരു കാലം. മഴ രാത്രിയിലും തോരാതെ തന്നെ പെയ്തോണ്ട് നിന്നു. ഏവക്കുട്ടൻ രാവിലെ എണീറ്റ് വന്നിട്ടുണ്ട്. ഏവക്കുട്ടന് മഴ ഇപ്പം മഴയാണ്. രാവിലെ എണീറ്റ് വന്ന ഉടനെ ഏവക്കുട്ടൻ നോക്കുന്നത് എത്ര കിളികളാണ് നമ്മുടെ വീടിന്റെ വെളിയിൽ ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളതെന്നാണ്. ഇവരെ കാണിച്ചിട്ട് വേണം അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ. ഏവക്കുട്ട ഫുഡ് കഴിച്ചില്ലേ കിളികൾ പിണങ്ങിപ്പോവും. അവര് ഫുഡ് കഴിക്കാൻ വരത്തില്ലെന്നാണ് എന്റെ ഭീഷണി. അവൾ ഇട്ടുകൊടുത്ത ഫുഡ് കഴിക്കാൻ കിളികൾ വന്നില്ലെങ്കിൽ അവൾക്ക് നല്ല വിഷമമാവും. അതുകൊണ്ട് തന്നെ പാവം ഞാൻ കൊടുക്കുന്ന ഫുഡ് എല്ലാം കഴിക്കുകയും ചെയ്യും.